മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിന് നടപടിയുമായി വനം വകുപ്പ്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചു മാറ്റുക. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു എന്നതിന്റെ തെളിവാണ് എല്ലക്കൽ മുതൽ രാജാക്കാട് വരെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് അനുമതി നൽകേണ്ട മരങ്ങൾ മുറിക്കൽ നടപടികൾ വേഗത്തിലാക്കിയത്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെ 20ഓളം മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. ഇതിൽ 9 എണ്ണം മുറിക്കുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ DFO നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള മരങ്ങളും അടിയന്തരമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA ജോൺസൺ പറഞ്ഞു. മലയോര ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ആ റോഡിൽ തടസ്സമായി നിൽക്കുന്ന ഒരു 20ഓളം മരങ്ങൾ, അതായത് ഞാൻ മുല്ലക്കാനം മുതൽ എല്ലക്കൽ വരെയുള്ള 20ഓളം മരങ്ങൾ, ചാന്നപ്പാറ ഫോറസ്റ്റിന്റെ പരിധിയിൽ വരുന്ന ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, കാരണം എന്ന് വെച്ചാൽ അവരൊരു അപേക്ഷ തന്നിട്ടുണ്ട്, റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മരങ്ങളെല്ലാം ഒന്ന് അളവെടുത്ത് ഇതിൻ്റെ എല്ലാ ഇതെന്ന് വെച്ചാൽ അതിന് വിലയിട്ട് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഇത് മുറിച്ചു നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി മരങ്ങൾ അടയാളപ്പെടുത്തുകയും സോർട്ട് ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കൈരളി ന്യൂസ്, ഇടുക്കി.